ഉംറയ്ക്ക് പുറപ്പെടുന്നവർ, നമ്മളെ നാട്ടിൽ നിന്ന് വരുന്നവർക്ക് ഈ യലംലം കുറച്ച് അത്ഭുതകരമായ സംഭവം പറയാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് വരുന്നവർക്ക് യലംലം അതുപോലെ GCC ഭാഗത്തു നിന്ന് വരുന്നവർക്കുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന കർണുൽ മനാസിൽ, സൈലുൽ കബീർ എന്ന് പറയും. അതുപോലെ മദീനയിൽ നിന്ന് വരുന്നവർക്ക് ദുല്ലുലൈഫ, പിന്നെ ജുഹഫ, തെക്കൻ മറ്റു ഭാഗത്തു നിന്ന് വരുന്നവർക്ക്. ഇതാണ് ഇഹ്റാമിൻ്റെ 4 മീഖാത്തുകൾ. ഇവിടെ നിന്ന് തയ്യാറെടുപ്പ് നടത്തിയിട്ട് വേണം ലോക മുസ്ലിങ്ങളുടെ സംക്ഷിപ്ത സിദ്ധാന്തം വിളിച്ചോടുന്ന പരിശുദ്ധ കഅബാലയത്തിലേക്ക് എത്താൻ. ഇവിടെ വെളുത്തവനും കറുത്തവനും പാവപ്പെട്ടവനും പണക്കാരനും പണിക്കാരനും എല്ലാം സമമാക്കാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതിനുള്ള ഏരിയയാണിത്. ഇൻഷാ അല്ലാഹ് ചില പ്രത്യേക കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. കുറച്ച് റെഡിയായി പോകണം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കുള്ള ഒരുപാട് കുളി റൂമുകൾ, കുളിക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് നല്ലൊരു ചിട്ടവട്ടാണ്, പട്ടാള നിയമം പോലെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഇവിടെ നിന്ന് തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഇവിടെ നിന്ന് കുളിച്ച് ഫ്രഷായി ഒതുവെടുത്ത് ഇൻഷാ അല്ലാഹ് തയ്യാറെടുക്കണം എല്ലാവരും. എന്ന് പറയുന്ന ഈ പള്ളിക്ക് മീഖാത്ത്, ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഒരുപാട് സ്വഹാബത്ത് അമ്പിയാക്കൾ ഒക്കെ ഇഹ്റാം ചെയ്ത സ്ഥലമാണ് ഈ പരിശുദ്ധമായ സ്ഥലം. ഒരുപാട് ഔലിയാക്കന്മാരുടെ, അമ്പിയാക്കന്മാരുടെ, സ്വഹാബത്തിൻ്റെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണിത്. ഈ സ്ഥലത്തൊക്കെ ഒന്ന് കാലുവെക്കാനും ഒക്കെ ഒന്ന് നടക്കാനും അർഹരല്ല നമ്മളാരും. പക്ഷേ നമുക്കിവിടെ വന്ന് ഇഹ്റാം ചെയ്യണം. ദീനിൻ്റെ നിയമമാണ്. ഇവിടെ വന്നിട്ടാണ് ഫർളുള്ള നിസ്കാരമൊക്കെ ഖസ്റും ജമ്മായി നിസ്കരിച്ച് ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് തയ്യാറെടുക്കുന്നത്. ഈ തയ്യാറെടുപ്പ് മഖബൂലായ ഉംറ ചെയ്ത് ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ വേറൊരു പ്രതിഫലമില്ല എന്ന് പറഞ്ഞ മഹത്തായ, സ്വർഗം ലഭിക്കുന്ന മഹത്തായ ഒരു അനുഗ്രഹമാണ് ഉംറ. ഇവിടെ കുറച്ച് ചരിത്രങ്ങൾ, ചില സംഭവങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇഹ്റാം ചെയ്ത ശേഷം പിന്നീട് പറയാം. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞ് ഇഹ്റാമിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച ശേഷം ഞാൻ പറയുന്നത്, ഇവിടേക്കൊന്ന് വരാൻ ഇല്ലാത്ത ആളുകൾക്ക് വരാനുള്ള തൗഫീഖ് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുക. ഇഹ്റാമിൻ്റെ സുന്നത്തിന് ശേഷം പ്രത്യേകമായി ദുആ ചെയ്യേണ്ടത്, ഇവിടുന്ന് വരാൻ കഴിയാത്ത ആളുകൾക്ക് ഈ പരിശുദ്ധമായ ഉംറയ്ക്ക് വരാനുള്ള തൗഫീഖ് ഉണ്ടാവാനും, നമ്മെ സ്നേഹിക്കുന്നവർക്കും നമ്മോട് വെറുക്കുന്നവർക്കും ഒക്കെ ദ്വാരക്കണം. ആരും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ആരെന്ത് വിചാരിച്ചാലും വേണ്ടില്ല, നമ്മൾ മനസ്സറിഞ്ഞ് ദ്വാരക്കണം. നമ്മുടെ മനസ്സ് അള്ളാഹു അവനെ കാണുന്നത്, ജനങ്ങൾ നമ്മുടെ മനസ്സ് കാണുന്നില്ല. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. അർഹമർ റഹീമായ റബ്ബ്, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികളുടെ ഖബർ സ്വർഗ്ഗാക്കി കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മുസ്ലിങ്ങൾക്കും അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ, ദോഷങ്ങൾ പൊറുക്കട്ടെ. ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കരുണക്കടലായ റബ്ബ് നമുക്ക് പുറത്തു തരട്ടെ. അർഹമർ റഹീമായ സയ്യിദായ റബ്ബ്, നമ്മൾ സ്നേഹിക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വല്ലാതെ സ്നേഹിക്കുന്നവരുണ്ട്, നമ്മോട് ബന്ധപ്പെട്ട ആളുകളുണ്ട്. എല്ലാവർക്കും ഓരോരുത്തർ പേരെടുത്ത് പറയാൻ മാത്രം നമുക്കറിയില്ല. എല്ലാം അറിയുന്ന റബ്ബേ, നീ അവർക്കൊക്കെ റഹ്മത്ത് ചെയ്യണേ, ബർക്കത്ത് ചെയ്യണേ. ജീവിതത്തിൽ വലിയ നിഅമത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ ഭാര്യ, മക്കൾ, കുടുംബങ്ങൾക്കൊക്കെ റബ്ബേ നീ റാഹത്തും സന്തോഷവും ഇസ്സത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ആദ്യമായി പറയാനുള്ളത്, റബ്ബേ നിൻ്റെ മുന്നിലല്ലാതെ ഒരുത്തൻ്റെ മുന്നിലും തലകുനിച്ച് നിൽക്കേണ്ട ഗതികേട് വരുത്തല്ല അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അത് കഴിഞ്ഞ് ദുആ ചെയ്തിട്ട് പിന്നെ ദുആ ചെയ്യേണ്ടത്, ദുആ കഴിഞ്ഞ ശേഷം പിന്നീട് നവൈത്തുൽ ഉംറത വഅഹ്റംതു ബിഹാ ലില്ലാഹി തആല, ഉംറയ്ക്ക് വേണ്ടി ഞാൻ കരുതി, അതിനുവേണ്ടി അല്ലാഹു തആലക്ക് ഞാൻ ഇഹ്റാം ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ തല മറക്കൽ ഹറാമാണ്. ശരീരത്തിൽ നിന്ന് മുടിയൊന്നും പോകാൻ പാടില്ല. ഇതേ നിലയിൽ മരണപ്പെടുകയാണെങ്കിൽ ഇതേ നിലയിൽ തന്നെ മറവ് ചെയ്യണം എന്നതാണ് ദീനിൻ്റെ നിയമം. മഹരിമായി ജീവിക്കുക, മഹരിമായിട്ട് ഇഹ്റാം ചെയ്യണം, അതാണ് ആവശ്യം. പടച്ചുറപ്പെ കൊതിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണമെന്ന്. ഇഖ്ലാസോടുകൂടെ എല്ലാ അമലുകളും കൃത്യമായി ചെയ്യാൻ തൗഫീഖ് നൽകണം. ഇത് ചെയ്യാൻ എനിക്ക് വിഷമമുണ്ട്. കാരണം എന്തെങ്കിലും തെറ്റിദ്ധരിച്ച് പോവുക, ആരെങ്കിലും ഒന്ന് പേടിച്ചിട്ട്. തീർച്ചയായിട്ടും ഇത് ഒരു ഇൻസ്പിറേഷനാണ്. ചെയ്തവർക്കും ചെയ്യാൻ പോകുന്നവർക്കൊക്കെ ഒരു ഉന്മേഷം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാനിത് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ പറയാം. അവൻ്റെ കുതിരത്ത്, അവൻ്റെ ഇറാദത്ത്, അവൻ്റെ തീരുമാനം, അവൻ പറയുന്നത് അനുസരിക്കാനുള്ള അടിമകൾ. അല്ലാഹ് എന്തൊരു അത്ഭുതമാണല്ലേ. ലക്ഷക്കണക്കിന് ആളുകൾ, അതിൽ വലിയ വലിയ മഹാന്മാരുണ്ടാകാം. ആരൊക്കെ ഇവിടെ വന്നിരുന്ന് നിസ്കരിച്ച് ഏറാൻ കിട്ടിപ്പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനം കണ്ടില്ല, അതനുസരിക്കുകയാണ് അടിമകൾ. ഒരു തുണിയും ഒരു മുണ്ടും മാത്രം, ഫാൻറ്റില്ല, ഷർട്ടില്ല, ബനിയനില്ല, ഷെഡിയില്ല, ഒന്നുമില്ല. വല്ലാത്ത ഒരു പ്രത്യേക അനുഭവം തന്നെയാണല്ലേ ഉംറക്ക് ഏറാൻ കിട്ടുക, ഹജ്ജിന് ഏറാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു നിശ്ചയിച്ച തീരുമാനം. റബ്ബേ, നീ എന്താ പറഞ്ഞത്? എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പഠിപ്പിച്ചത്? അതിനെ ചോദ്യം ചെയ്യാതെ അംഗീകരിക്കുക എന്ന അടിമയുടെ ഏറ്റവും വലിയ അത്ഭുതമാണിത്. അള്ളാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. എൻ്റെ ഈ വീഡിയോ കാണുന്ന നല്ലൊരു ശതമാനം ആളുകളും ഈ സ്ഥലത്തൊക്കെ വന്നവരായിരിക്കും. ഇത് തായിഫിൻ്റെ ഒരു ഏരിയയാണ്. നജിദ് ഭാഗത്ത് നിന്ന് വരുന്നവർക്കൊക്കെ ഉംറ ചെയ്യാൻ അല്ലാഹു തആല, അള്ളാഹിൻ്റെ റസൂല് നിശ്ചയിച്ച മീഖാത്താണിത്. ഈ മീഖാത്തിൽ വന്നിട്ട് ഇവിടുന്ന് വിട്ടുപോയിട്ട് നിയ്യത്ത് എഴുതാൻ പറ്റില്ല. ഇവിടെ നിന്ന് തന്നെ നിയ്യത്ത് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂല് നിശ്ചയിച്ച മീഖാത്താണിത്. ഒരുപാട് ആളുകൾ, ഈ കാണുന്ന വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ നല്ലോണം അറിയാം ഇൻഷാ അല്ലാഹ്. പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ കുളിക്കാൻ എല്ലാ സൗകര്യവും ഇവിടുത്തെ സൗദി ഗവൺമെൻറ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അങ്ങനത്തെ ഒരു പ്രത്യേക, എപ്പോഴും ജനബാഹുല്യം കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇത്. ജനബാഹുല്യം കൊണ്ട് നിറഞ്ഞ സ്ഥലമാണിത്. മീഖാത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലമാണ്, പള്ളി എന്നല്ല. അത് പള്ളിയല്ല, പള്ളിയിൽ കയറി നിസ്കരിക്കുന്നു. മീഖാത്ത് എന്ന് പറയുന്നത് ഒരു തൂണാണ്. ആ തൂൺ അതിൻ്റെ അതിർത്തി നിശ്ചയിച്ചത് അവിടെയാണ് നമ്മളെ മീഖാത്ത്. അത് വിട്ടു പോകുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ നിയ്യത്ത് ചെയ്തിരിക്കണം. അത് വിട്ടു പോയിട്ട് നിയ്യത്ത് ചെയ്യാൻ പറ്റൂല. എന്നിട്ട് വേണം പരിശുദ്ധ കഅബയിലേക്ക്, അള്ളാഹുവിൻ്റെ ഭവനമായ പരിശുദ്ധ കഅബ, കില്ല പുതച്ച് നിൽക്കുന്ന രാജാവിൻ്റെ പ്രൗഢിയോടുകൂടെ പരിശുദ്ധമായ കഅബ ഷരീഫിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഈ നിബന്ധനകളൊക്കെ പാലിച്ചിട്ടേ അങ്ങോട്ട് എത്താവൂ എന്നതാണ് അതിൻ്റെ നിയമം. ആ നിയമമൊക്കെ പാലിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അള്ളാഹു നമ്മിനെ സ്വീകരിക്കട്ടെ. ചൂടെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ചൂട്. ഈ നട്ടുച്ച സമയത്ത് തന്നെ ഇത്രയും വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് ചൂടാണ്. പക്ഷെ ജനങ്ങൾക്ക് ചൂടൊന്നൊരു വിഷയമല്ല. നമുക്കൊന്ന് ഇതിനേക്കാളും കനത്ത നരകത്തിൽ കിടക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഈ ചൂടൊന്നൊരു വിഷയമല്ല. വലിയ ചൂടാണ്, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. എന്നിട്ട് പോലും ഈ നട്ടുച്ച സമയത്ത് ഞറമ്പിലൊക്കെ ചെല്ലുമ്പോൾ തവാഫ് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് ചൂട്, പ്രയാസം, വേർപ്പ് ഒക്കെ അനുഭവിക്കണം, കഷ്ടപ്പെടണം അല്ലാഹുവിന് വേണ്ടി. ഈ ഇഹ്റാമിൻ്റെ നിയ്യത്തും ചെയ്ത് വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ഇഹ്റാം ചെയ്തതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന ദിക്റാണ്. അതിനേക്കാൾ പ്രാധാന്യമുള്ള ദിക്ർ ഉംറക്കാർക്ക് ഇല്ല. തവാഫ് തുടങ്ങുന്നത് വരെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്.
റബ്ബേ നിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തിട്ട് ഇത് വന്നിരിക്കുന്നു. കുറച്ചോനെ ഇത് ഒറ്റ അവസാനത്തെ ഓരോക്കല്ലേ. ഇനിയും വരണം ഒരുപാട് വരണം. 22-ാമത്തെ വയസ്സിൽ ഞാൻ ഉംറക്ക് വന്നപ്പോൾ കഅബ കണ്ടപ്പോൾ പറഞ്ഞു ഞാൻ പഠിച്ചവനെ അല്ലാഹുമ്മ ലാ തജ്അല്ലാദ ആഖിറ മജീന, ഇതിൻ്റെ അവസാനത്തെ വരവാക്കല്ല അല്ലാന്ന് വരുന്നു. ദയാനിധിയായ റബ്ബ് സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് വരുന്ന. അല്ലാ സ്വീകരിച്ച് കിട്ടണം. സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടില്ലെങ്കിലോ എല്ലാം ബാത്തിലോ. ആകെ ആയിക തോടെ ബാക്കിയ ഇൻഷാ അല്ലാ. എല്ലാവരും കാര്യമായി ദ്വാരക്ക മഖബൂലായ ഉംറ ചെയ്യാനും മർദിയായ സിയാറത്ത് ചെയ്യാനും. ഇപ്പോൾ ഈ വേഷം എല്ലാ ഭാഷക്കാരനും എല്ലാ ദേശക്കാരനും ഒരേ വേഷം, ഒരേ ഭാഷ. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, എൻ്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാനിതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക്, ഒരു കൂട്ടുകാരനുമില്ലാത്ത റബ്ബേ നിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, എൻ്റെ എല്ലാ സ്തുതിയും എല്ലാ അനുഗ്രഹങ്ങളും നിനക്കുള്ളതാണ്, നിന്നിൽ നിന്ന് കിട്ടുന്നതാണ്, അല്ലാതെ വേറെ ആരിൽ നിന്ന് കിട്ടാനില്ല. നിഅമത ലക വൽ മുൽക്ക്, എല്ലാ അധികാരത്തിൻ്റെ ഉടമസ്ഥൻ നീയാണ്. ലാ ശരീക ലക, നിനക്ക് കൂട്ടുകാരില്ല. അല്ലാഹു തആലക്ക് ഏറ്റവും പൊരുത്തപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്റാണത്. അതിങ്ങനെ നിരന്തരം ചൊല്ലും ഇൻഷാ അല്ലാഹ്. വാഹനത്തിൽ എല്ലാവരും കയറിയാൽ ചൊല്ലണം. എല്ലാവർക്കും നിയ്യത്ത് ചെയ്തു കൊടുത്ത ശേഷം ഇൻഷാ അല്ലാഹ് അല്ലാഹു മഖബൂലായി സ്വീകരിക്കട്ടെ.